നമസ്കാരം. ചിലത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ്റെ. ദല്ലാൽ നന്ദകുമാർ ജയിലിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. സൂര്യനെല്ലി കുര്യനെ കൂട്ടുപിടിച്ച അയാൾ അനിൽ ആൻ്റണിക്കെതിരെ പറഞ്ഞ വിവരം മാത്രം മതി ഈ രണ്ടെണ്ണവും അകത്തു പോകാൻ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറയുകയാണെങ്കിൽ AK ആൻ്റണി പ്രതിരോധ മന്ത്രി ആയിരുന്ന കാലത്ത് CBI വക്കീലായി നിയമനം ലഭിക്കുന്നതിന് തിരുവനന്തപുരത്തെ പ്രമുഖ വക്കീലായിട്ടുള്ള ശ്രീ ശാസ്തമംഗലം അജിത്തിനു വേണ്ടി ദല്ലാൽ നന്ദകുമാർ അനിൽ ആൻ്റണിക്ക് 25 ലക്ഷം രൂപ കൈക്കൂലി നൽകിയെന്നും കാര്യം നടക്കാതെ വന്നപ്പോൾ PJ കുര്യനും PT തോമസും വഴി പണം തിരികെ വാങ്ങിയെന്നുമാണ് ആരോപണമുണ്ടായിരുന്നത്. ഇതിൻ്റെ തെളിവായി അനിൽ ആൻ്റണി പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും എടുത്തുകൊടുത്ത ഫയൽ രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ അത് തൻ്റെ കൈവശമുണ്ട് എന്നാണ് ദല്ലാൽ നന്ദകുമാർ ആവശ്യപ്പെടുന്നത്. ഇത് PJ കുര്യൻ ശരിവയ്ക്കുകയും ചെയ്തു. ഇതാണ് നിലവിലെ സ്ഥിതി. ഇത് അത്യന്തം ഗൗരവമേറിയ വിഷയം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിൽ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഇതിൽ അഭിപ്രായം പറയേണ്ടത് ശാസ്തമംഗലം അജിത്താണ്. ഇങ്ങനെ ഒരു നിയമനത്തിന് വേണ്ടി ഈ ദല്ലാളിനെ ഏർപ്പെടുത്തിയോ എന്ന് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. രണ്ടായാലും വിഷയം ഇവിടെ തീരില്ല എന്നുള്ള തെറ്റാണെങ്കിൽ അജിത്ത് അത് പറയുകയും വേണം. ഒപ്പം ദല്ലാൽ നന്ദകുമാറിനെതിരെ കേസെടുക്കുകയും വേണം. അടുത്തതായി ഉത്തരം പറയേണ്ടത് സാക്ഷാൽ AK ആൻ്റണിയാണ്. താൻ പ്രതിരോധ മന്ത്രിയായിരിക്കെ കുടുംബാംഗങ്ങൾ ഔദ്യോഗിക കാര്യങ്ങളിൽ കൃത്യമായി ഇടപെട്ടിരുന്നു. അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാറിനെ തള്ളിപ്പറയണം. മറിച്ചാണെങ്കിൽ അത് പറയുക തന്നെ വേണം. അങ്ങനെ അല്ല എങ്കിൽ അതും പറയണം. ആൻ്റണി അറിഞ്ഞോ അറിയാതെയോ അനിലിന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫയലുകളിൽ കൈവയ്ക്കാനും കൈക്കലാക്കാനും തദ്വാര ഡീലുകൾ ഉറപ്പിക്കുവാനും സാധിക്കുമായിരുന്നു എന്ന് പറയേണ്ടത് AK ആൻ്റണിയാണ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് ആൻ്റണിയുടെ പരാജയമാണ്. കാരണം ഒന്നുകിൽ ആ പണം ആൻ്റണിക്ക് വേണ്ടി അനിൽ വാങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ ആദർശധീരനെന്ന് ഇത്രകാലം ഭാവിച്ച ആൻ്റണി കള്ളനാണെന്ന് സ്വയം സമ്മതിക്കണം. മറിച്ച് താനറിയാതെ മകൻ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിലെ ഫയലുകൾ കടത്തിയെന്ന് സമ്മതിച്ചാൽ അതും കുറ്റസമ്മതമാകും. കഴിവുകേടിൻ്റെ ഉദാഹരണമായി മാറുകയും ചെയ്യും. ഒപ്പം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രധാന രേഖകൾ ചോർത്തിയ ദല്ലാൽ നന്ദകുമാർ, അതിനായി പണം മുടക്കിയ ശാസ്തമംഗലം അജിത്ത്, ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഇത്രയും കാലം റിപ്പോർട്ട് ചെയ്യാതിരുന്ന സൂര്യനെല്ലി കുര്യൻ, ഒപ്പം അനിൽ ആൻ്റണി എന്നിവർ ഔദ്യോഗിക രഹസ്യം ചോർത്തിയ രാജ്യദ്രോഹ കേസിൽ പ്രതികളാകും. അഥവാ ആകണം. മറിച്ചതല്ല, എല്ലാം ഇത് നുണയാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ പോലും വെറുമൊരു രാഷ്ട്രീയ നേട്ടത്തിനായി ഇത്തരമൊരു കഥമെനഞ്ഞ ഗൂഢാലോചനക്കാർ എല്ലാവരെയും കണ്ടുപിടിച്ച് പ്രതികളാക്കി കേസെടുക്കണം. അനിൽ ആൻ്റണി ആവശ്യപ്പെടേണ്ടതും അതാണ്. ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നമ്മൾ അതിനോട് ഏത് തരത്തിലാണ് പ്രതികരിക്കേണ്ടത്? ഏത് തരത്തിലാണ് മുഖം തിരിച്ചു നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനെ കണ്ടില്ല എന്നടിക്കുന്നത്? 25 ലക്ഷം വാങ്ങിയതോ അല്ലെങ്കിൽ 25 ലക്ഷം കൊടുത്തിരുന്നതോ അല്ലെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുവാൻ താൻ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നതോ ഇതിലേതാണ് ശരി? അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം എന്തുകൊണ്ടാണ് ദല്ലാൽ നന്ദകുമാറിന് ഇത് പറയാൻ കഴിയാതായിപ്പോയത്? ഇതൊക്കെ അറിഞ്ഞിട്ടും ഒന്നും പറയാതെ മൗനമായിരുന്ന പ്രൊഫസർ PJ കുര്യൻ എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നത്? അനിൽ ആൻ്റണിക്ക് ഇങ്ങനെ പണം നൽകുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടത് തന്നെയല്ലായിരുന്നോ? ദല്ലാൽ നന്ദകുമാറിനെ പോലൊരാൾ പറയുന്നത് വിശ്വസിക്കുവാൻ ഇവിടെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എന്തിനാണ് ഇങ്ങനെ മത്സരിക്കുന്നത്? ദല്ലാൽ നന്ദകുമാർ അത്രയ്ക്കും പ്രധാന വ്യക്തിയാണോ? ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതാണ് അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് പറയുവാൻ എന്ത് ക്രെഡിബിലിറ്റിയാണ് ഈ ദല്ലാൽ നന്ദകുമാറിന് പൊതുസമൂഹം നൽകുന്നത്? അങ്ങനെ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന ദല്ലാൽ നന്ദകുമാറിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നത് ആരാണ്? പ്രതിപക്ഷ രാഷ്ട്രീയം കളിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളല്ലാതെ മറ്റാരും ഇതിനെതിരെയോ ഇതിനനുകൂലമായിട്ടോ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകില്ല. ഇതിനോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ കക്ഷികൾ മാത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അനിൽ ആൻ്റണിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമാക്കി 25 ലക്ഷം എന്ന് പറയപ്പെടുന്ന അഴിമതി പണത്തെക്കുറിച്ച് പറയുന്നതും രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിരോധ രേഖകൾ കട്ടെടുത്തു എന്നുള്ള വാദഗതികൾ മുന്നോട്ട് വെക്കുന്നതും. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും അനിൽ ആൻ്റണിയോ BJPയോ അതുമായി ബന്ധപ്പെട്ടവരോ അല്ല. പകരം ഇതിൽ അക്യൂസ്ഡ് ആകപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തികളായിട്ടുള്ള ശ്രീ ശാസ്തമംഗലം അജിത്തും AK ആൻ്റണിയും PJ കുര്യനും മാത്രമാണ്. ഇത് UPAയുടെ ഭരണകാലത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണെങ്കിൽ ആ സംഭവവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും BJPക്കില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ആ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിരിക്കുന്നു. ആ ഗൂഢാലോചന എന്ന് പറയപ്പെടുന്നത് പത്തനംതിട്ട എന്ന് പറയപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആൻ്റണിക്ക് ഏതെങ്കിലും തരത്തിൽ വിജയസാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ ഇടപെടലുകളിൽ ഇപ്പോൾ PJ കുര്യൻ ദല്ലാൽ നന്ദകുമാറിൻ്റെ വാദഗതിയോട് യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ
കോൺഗ്രസിന് ജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? അങ്ങനെ കോൺഗ്രസ് പരാജയപ്പെടുമെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണോ ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ആളെ കൂട്ടുപിടിച്ച് വീണ്ടും ഇത്തരത്തിലൊരു അഴിമതി ആരോപണം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇതിനെ വെറും രാഷ്ട്രീയ പകപോക്കൽ എന്ന് തന്നെ പറഞ്ഞ് തള്ളിക്കളയേണ്ടി വരും. UPയുടെ കാലത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെ ഇന്ന് BJPയിൽ ചേർന്ന അനിൽ ആൻ്റണിക്കെതിരെ BJP അഴിമതി നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നത് വെറും ഗതികേടാണ്. രാഷ്ട്രീയ പകപോക്കലിന് മറ്റൊന്നും ലഭിക്കാത്തതുകൊണ്ട് നാണംകെട്ട പ്രവർത്തികളിലേക്ക് കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പം ചേരുന്ന ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ളവരും പോകുന്നു എന്ന് പറയേണ്ടി വരുന്നു.